ചില കാര്യങ്ങൾ ഐ ബിലീവ് ദാറ്റ് നമ്മൾ പറയേണ്ട സമയത്ത് നമ്മൾ പറയണം. പേഴ്സണലി നിങ്ങൾക്ക് അറിയായിരിക്കും ഞാനിത് എന്തിനെ പറ്റിയാണ് വന്ന് പറയാൻ പോകുന്നത്. ഇന്നലെ എൻ്റെ കസിൻ ഒരു വീഡിയോ ഇട്ടു, വിച്ച് intentionally or unintentionally, I don't know, അതേതായാലും നന്നായി. കുടുംബത്തിൽ പറഞ്ഞവർ ഇങ്ങനെ തന്നെ ചെയ്യണം. has created ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഫോർ us. ഓക്കെ, വല്ലവരും എന്തെങ്കിലും പറഞ്ഞിട്ട് പോകണമെങ്കിൽ പോട്ടെ. ഇവിടെ പ്രധാനമായി ടാർഗറ്റ് ചെയ്യപ്പെടുന്നത് ഇസ് മൈ മദർ. വലിയ തറവാട്ടുകാരാ. എന്ത് കാര്യം പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്താ എന്ത് പറ്റി? അമ്മുമ്മ, എന്തുകൊണ്ടാണ് നിങ്ങൾ ആരും അമ്മുമ്മയെ കാണാൻ പോകാത്തത്? അമ്മുമ്മ അവിടെ ഒറ്റയ്ക്ക് ഒരു വലിയ വീട്ടിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അമ്മുമ്മ അങ്ങനെ, നിങ്ങൾ എന്തുകൊണ്ട് അമ്മുമ്മയെ തിരിഞ്ഞു നോക്കുന്നില്ല? ഇവർ തന്നെ തട്ടുകട സെറ്റപ്പടാ, ഇടയ്ക്കെന്തോ ലോട്ടറി അടിച്ചതാ. എൻ്റെ അമ്മുമ്മേനെ കുറിച്ച് പറയാനാണെങ്കിൽ എനിക്ക് കുറ്റമൊന്നും പറയാൻ വലിയ ആഗ്രഹമില്ല. പക്ഷേ ഷീസ് എ വെരി പ്രോബ്ലമാറ്റിക് പേഴ്സൺ. ഷീസ് എ വെരി ഡിഫിക്കൽട്ട് ടു അഡ്ജസ്റ്റ് പേഴ്സൺ. അമ്മ നമുക്ക് ഒരുപാട് മദർലി ലവ് തരാറുണ്ട്. നമ്മൾ എപ്പോഴും വിചാരിക്കാറുണ്ട് അമ്മ അത് എവിടെ നിന്ന് കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ കാരണം അമ്മയ്ക്ക് അത് ലൈഫിൽ കിട്ടിയിട്ടില്ല. അപ്പോൾ അമ്മയ്ക്ക് കൊച്ചിലേ തൊട്ടേ അമ്മ എപ്പോഴും ഒരു വെരി ഡിഫിക്കൽട്ട് ടു ഹാൻഡിൽ പ്രോബ്ലമാറ്റിക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അങ്ങനത്തെ ഒരാളാണ്. അത് നമുക്കൊക്കെ കൊച്ചിലേ കുഞ്ഞുനാൾ തൊട്ടേ അമ്മയുടെ ഓരോ പ്രാന്ത സ്വഭാവങ്ങളാണ് നമുക്ക്. അമ്മ എന്നോട് പണ്ട് എപ്പോഴും ഭയങ്കര വേണ്ടാതീനം പറഞ്ഞിട്ട് എപ്പോഴും എന്നോട് പറഞ്ഞിട്ട് ഞാൻ നിന്റെ അമ്മയല്ലേ, അതിപ്പോൾ നിനക്ക് അങ്ങ് ക്ഷമിച്ച് വിട്ടൂടെ. അതെ സാറേ, ഞങ്ങൾ വഴക്കാം തന്നെ മൂച്ചേട്ടെ. നമ്മൾ വിചാരിക്കും വയസ്സായില്ല, ഇനി എത്ര നാളും കൂടി ഉണ്ടാകും, പോട്ടെ സാരമില്ല, പ്രായത്തിന്റെ ഇതിൽ പ്രാന്ത് കാണിച്ചായിരിക്കും, പോട്ടെ 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 എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ എന്റെ മുഖം കാണാതിരിക്കുവല്ലേ? അമ്മമ്മയ്ക്ക് ഭയങ്കര വൃത്തിപ്രാന്ത. ഒക്കെ വെറുതെ കേട്ടോ കുശുമ്പ്. ചട്ടിയും കലവുമ്പോ തട്ടിയും മുട്ടിയെന്നൊക്കെ ഇരിക്കും. ചട്ടിയുടെ വക്ക് പൊട്ടിയെന്ന് എഴുതി ആരെങ്കിലും ഉപയോഗിക്കാതിരിക്കൂ. വൃത്തിപ്രാന്ത് കൂടി ആരും വീട്ടിൽ വരുന്ന ഇഷ്ടമല്ല. അതുകൊണ്ട് ഹോം നഴ്സ് വീട്ടിലുള്ളത് പുള്ളിക്കാരിക്ക് കംഫർട്ടബിൾ ആയിരുന്നില്ല. ഇറ്റ്സ് എ വെരി ബിഗ് ഹൗസ്, 5 ബെഡ്റൂം അറിയാലോ, 5 ബെഡ്റൂമുള്ള വീടാണ്. ഷീ ഹേറ്റഡ് ദ ഹോം നഴ്സസ് ഇൻ ദ ഹൗസ്. അതുകൊണ്ട് ഹോം നഴ്സ് വരും, ഇവർ ഓരോ പ്രശ്നം ഉണ്ടാക്കി ഈ ഹോം നഴ്സസ് പോകും. എന്റെ മുടിപ്പര അമ്മജി ഇതെന്തൊരു ജമ്മ. ഒരു 15 ഹോം നഴ്സ് എങ്കിലും വന്നിട്ടുണ്ട് ഇവരുടെ വീട്ടിൽ. അങ്ങനെ വരും പോവും, നമ്മൾ കഷ്ടപ്പെട്ട് കൊണ്ടുപോകും. അവസാനമൊക്കെ നമ്മൾ കാല് പിടിച്ച ഹോം നഴ്സുകളെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അമ്മയുടെ ഭയങ്കര ആഗ്രഹമായിരുന്നു എന്തെങ്കിലും വലിയൊരു അസുഖം ഉണ്ടെങ്കിൽ ഒന്ന് ICU കിടക്കാമല്ലോ. നമ്മളെപ്പോഴും പറയാം അമ്മ പ്രാർത്ഥിച്ച് അപ്പൻ ICU ആയിരുന്നു. നമ്മളെപ്പോഴും കോമഡിക്ക് പറയാറുണ്ടായിരുന്നു. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്നറിക്കണേ? ഇങ്ങനെ സംസാരിക്കുന്ന ഒരു ആളുമായിട്ട് നമ്മൾ എങ്ങനെ ഒരു റിലേഷൻ കീപ്പ് ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞില്ല, എനിക്ക് പ്രൂഫ് ഒന്നും പുറത്തു വിടാൻ പറ്റില്ല. ഈ നിങ്ങളിൽ ആരെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നില്ല നമ്മുടെ വെൽ വിഷേഴ്സ് ആണെങ്കിൽ എന്തെങ്കിലും എവിടെയെങ്കിലും വെച്ച് എന്നെ പേഴ്സണലായിട്ട് കാണുവാണെങ്കിൽ കമന്റ് ടെൽ മീ. ആരാണ് ആ വീഡിയോയിൽ പറഞ്ഞ ആ വോയിസ് നോട്ട് ഒന്ന് കേൾപ്പിച്ചു തരും എന്ന് പറഞ്ഞാൽ ഞാൻ കേൾപ്പിച്ചു തരാം. ബിക്കോസ് ഇറ്റ്സ് എ വെരി കേൾക്കുന്നവരും ഞെട്ടിപ്പോവും. ഭയങ്കര എന്റർടൈനിങ് കാര്യങ്ങളാണ് പറഞ്ഞത്. ഞാനേ മോശം പറയാമെന്ന് വിചാരിക്കരുത്. ഇത്ര ഐക്യത്തോടും സന്തോഷത്തോടും കൂടി ജീവിക്കുന്ന ഒരു കുടുംബം ഈ നാട്ടിൽ കേട്ടോ. എന്നെ നേരിട്ട് വന്ന് കണ്ടാൽ പറയാം, എനിക്ക് ഒരു ഉളുപ്പില്ല. കാരണം നമ്മളെ കുറിച്ച് മോശമാണ് പറയുന്നെങ്കിലും ഇല്ലാത്തൊരു മോശം പുള്ളിക്കാരുടെ ഇമാജിനേഷൻ ആണല്ലോ പുള്ളിക്കാരൻ. എനിക്കത് കേൾപ്പിക്കാൻ ഒരു പ്രശ്നമില്ല. എന്നാ സത്യം ഞാൻ തുറന്നു പറയാം. ഞാൻ സത്യം തുറന്നു പറയാം. ആൻഡ് ഇതിലെ ഫൺ ഫാക്ട് ഈ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞ ഈ ഒരു അമ്മ എന്നെ നമ്മളെ പറ്റി പറഞ്ഞ ഈ മോശപ്പെട്ട കാര്യം നമ്മുടെ ഫാമിലി ഗ്രൂപ്പിൽ ഞാൻ ഇട്ടു. സെയിം ലിസൺ, നിങ്ങൾ വേണമെങ്കിൽ ബന്ധം വെച്ചോ, എനിക്ക് ഇനി അമ്മയുമായിട്ട് ബന്ധം വയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഞാനിത് ഗ്രൂപ്പിൽ ഇട്ടപ്പോൾ എൻ്റെ ഈ കസിൻ തൻവി ഓൾസോ റിപ്ലൈഡ് സേയിങ് ഓ മൈ ഗോഡ് ഐ ഡോണ്ട് ഈവൻ നോ വാട്ട് ടു സേ, ഇത് എന്താ പറയുന്നുള്ള രീതിയിൽ. സോ ഈവൻ തൻവി നോസ് വൈ വി ആർ നോട്ട് ഇൻ ടച്ച് വിത്ത് ഹർ. വെരി വിഷമിക്കാതിരിക്കും, ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നു, ഇങ്ങനെ തീർന്നെന്ന് കരുതിയാൽ മതി. എന്നിട്ട് കാനഡയിൽ നിന്ന് വിളിച്ച് ഒരു വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു വീഡിയോ കോൾ വിളിക്കുന്നു. അമ്മയെ കൊണ്ട് പറഞ്ഞു പറയിപ്പിച്ച പോലെ കുറേ ഡയലോഗ്സ്. എന്താണ് എന്നെ വിളിക്കാൻ ആരുമില്ല, ഞാൻ ഈ വീട്ടിലൊറ്റയ്ക്കാണ്, അങ്ങനെ ഇങ്ങനെ അതെടുത്ത് ഇടാൻ തൻവി കാണിച്ചൊരു മനസ്സ് എനിക്കൊന്നുമില്ല പറയാൻ. ഇതിനെ പോയി ഒരു വീഡിയോ എടുത്ത് ഒരു ഇതൊക്കെ പറയിപ്പിച്ച് ആ വീഡിയോ എടുത്ത് ഒരു വ്ളോഗർ ഇങ്ങനെ പുറത്തിടുന്നു. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഈ ബാക്ക് സ്റ്റോറി മൊത്തം അറിയാത്ത ആൾക്കാർ എന്താ വിചാരിക്കുക, നമ്മളെ കുറിച്ച് എന്താ ചിന്തിക്കുക? അറിയാം ഇവളൊക്കെ പുറമ്പോക്ക് കോളനിയാണെന്ന്. നമ്മൾ യൂട്യൂബ് കോണ്ടന്റ് ചെയ്യുന്ന കണ്ടിട്ടാണ് തൻവിയുടെ ഇനിഷ്യലി ചാനലിൽ ഫുൾ ഹെൽപ്പ് ചെയ്ത് കൊടുത്തതേ നമ്മളാണ്. തൻവിയുടെ ചാനലിന്റെ മറ്റേ എന്താ മോണിറ്റൈസേഷനും കാര്യങ്ങളും ഒക്കെ റെഡി. തനിക്ക് ഒന്നും അറിയത്തില്ലായിരുന്നു, ഇതെല്ലാം ചെയ്തു കൊടുത്തത് അശ്വിനാണ്. OC അശ്വിനും കൂടിയാണ് അത് ചെയ്തു കൊടുത്തത്. അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? നമ്മൾ നാളെയും കാണണ്ടേ? തൻവി ഇനിഷ്യലി OCയുടെ കല്യാണത്തിന് നാട്ടിൽ വന്ന സമയത്ത് വി വർ വെരി ഹാപ്പി ടു ബി എ പാർട്ട് ഓഫ് ഹർ വീഡിയോസ്. കാരണം ഇപ്പോൾ നമ്മൾ തൻവിയുടെ ഇനിഷ്യൽ വീഡിയോസിലാണെങ്കിൽ ഡെഫിനറ്റ്ലി ആൾക്കാർ കാണും, ആ ചാനലിനൊരു സബ്സ്ക്രിപ്ഷൻ കിട്ടും. ആൻഡ് ഇഫ് ഷീ ഈസ് ഏബിൾ ടു മേക്ക് എൻ എക്സ്ട്രാ അഡീഷണൽ ഇൻകം ത്രൂ ദാറ്റ്, വി വർ വെരി ഹാപ്പി ഫോർ ഹർ. ഗുഡ് ഫോർ ഹർ. നമ്മൾ ഹെൽപ്പ് ചെയ്ത് തൻവി നമ്മുടെ വീട്ടിൽ വന്ന് നമ്മുടെ കൂടെ നിന്ന് ഈ കോണ്ടന്റ് ഒക്കെ എടുത്തിട്ട് ചാനലൊക്കെ ഒരു അത്യാവശ്യം വലുതായി കഴിഞ്ഞിട്ട് അതേ ചാനലിൽ വന്ന് തൻവിക്ക് തന്നെ തെറ്റെന്നറിയാവുന്ന, ഫേക്ക് എന്നറിയാവുന്ന, ഫോൾസ് എന്നറിയാവുന്ന കാര്യങ്ങൾ നമുക്ക് എഗൻസ്റ്റ് ആയി വർക്ക്ഔട്ട് ആകാവുന്ന രീതിയിൽ എടുത്ത് ഇടാൻ കാണിച്ച ഒരു മനസ്സ്. അമ്മൂമ്മയായിട്ട് ഇങ്ങനെ കുറേ നാളായിട്ട് ഇഷ്യൂസ് നടക്കുന്നുണ്ട്. അതിനെ കുറിച്ച് അമ്മൂമ്മയ്ക്കും അറിയാം, തൻവിക്കും അറിയാം. അല്ലെങ്കിൽ നാളെ ആവട്ടെ. മിക്കവാറും നമ്മുടെ അങ്ങോട്ടുള്ള അമ്മയുടെ ഒക്കെ വീഡിയോസിലാണെങ്കിലും ചിലപ്പോൾ അമ്മൂമ്മേനെയോ തൻവീനെയോ ഒക്കെ നിങ്ങൾ കണ്ടുവന്ന് വരില്ല. അപ്പോൾ വെറുതെ വന്ന് അമ്മൂമ്മ എവിടെ, തൻവി എവിടെ, അമ്മൂമ്മേനെ എവിടെ പോയി എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായല്ലോ?
ഭീഷണിയാണോ? എന്താ അങ്ങനെ തോന്നുന്നില്ലേ? സി കുറച്ച് നാളായിട്ട് ആക്ച്വലി ഒരു 3 weeks ആയിട്ട് നമുക്ക് ചെറുതായിട്ട് മൈ കസിൻ ട്രൈങ് ടു ബിൽഡ് എ ഫോൾസ് നാരറ്റീവ് എന്നുള്ളൊരു ഡൗട്ട് നമുക്ക് തോന്നുന്നുണ്ടായിരുന്നു. പിന്നെ വി തിങ്കിങ് ആ പോട്ടെ സാരമില്ല, ഇപ്പം ഇഫ് ദാറ്റ് ഇസ് ഗോയിങ് ടു ഗിവ് എ സ്ട്രക്ചർ ടു ഹർ കോണ്ടന്റ് ആൻഡ് ഇഫ് ദാറ്റ്സ് ബെനിഫിറ്റിംഗ് ഹർ ഇൻ സം വേ ആൻഡ് ഇറ്റ് ഡസന്റ് അഫക്ട് എനിബഡി എൽസ് പോട്ടെ ആയിക്കോട്ടെ. എന്റെ ദൈവമേ, അവിടെ ഒടുക്കത്തെ ഒരു ഇംഗ്ലീഷ്, എന്റെ തലവിധി. ഹോം നഴ്സിന് നമ്മൾ ഒരു മാസം എത്ര രൂപയാണ് കൊടുത്തുകൊണ്ടിരുന്നത്? ആ ഹോം നഴ്സ് ഏജൻസി തന്നെ എനിക്കറിയാമോ? ഇവിടെ എത്ര ഹോം നഴ്സ് വന്നിട്ടുണ്ട്? വന്ന 20 അല്ലെങ്കിൽ 15 ഹോം നഴ്സിൽ 5 പേരുടെ പേരെങ്കിലും എനിക്കറിയാമോ? വെറുതെ ഇരുന്ന് പറയാൻ വേണ്ടി എന്തൊക്കെയോ പറയുവാണ്. അമ്മൂമ്മയ്ക്ക് വൃത്തിപ്രാന്തുണ്ട്, പക്ഷേ ഷീസ് ലൈക്ക് ഈ എല്ലാം സാധനങ്ങൾ കൂട്ടി വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതായത് അമ്മൂമ്മയുടെ അടുക്കളയിൽ പോയാൽ ഐ എം നോട്ട് കിഡിങ്, ഒരു മിനിമം ഒരു 150 മിൽക്കി മിസ്റ്റിൻ്റെ തീർന്ന ഡബ്ബ കിട്ടും. മുരളിയ പാലിൻ്റെ ഒരു 75 കുപ്പി കിട്ടും. മറ്റൊരാളെ പറ്റി, മറ്റൊരു ഇച്ചിരി പോപ്പുലർ ആയിട്ടുള്ള ഒരാളെ പറ്റി എന്തെങ്കിലും ഒരു മോശം വന്ന് പറയാൻ വേണ്ടി ഒരു കൂട്ടം ആൾക്കാർ കാത്തു നിൽക്കുവാണ്. എന്തൊരു ദീർഘവീക്ഷണം. ഒരു സാധനം കിട്ടിയാലുടനെ കേട്ട പാടെ കേൾക്കാത്ത പാടെ അതിലെന്തെങ്കിലും സത്യമുണ്ടോ കള്ളമുണ്ടോ ഇതൊന്നും ചിന്തിക്കാതെ ചാടി വീണ് ജഡ്ജ് ചെയ്ത് തെറിവിളി തുടങ്ങുക. Crowd on social media who is so quick to judge and then മോശം കമന്റ്സ് ഇടുന്നു, തെറി വിളിക്കുന്നു, and then the next group arrives which is reaction videos. അല്ലേലും തന്റെയൊക്കെ വായന ഇതല്ലേ പ്രതീക്ഷിക്കാം. ഈ ഓരോ 2 മാസം കൂടുമ്പോഴും നമ്മളായിട്ട് ബന്ധമുള്ളതും ബന്ധം ഇല്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നമ്മളെ ഇങ്ങനെ ആൾക്കാർ മോശം പറയുന്നു, തെറി വിളിക്കുന്നു ചെയ്യുമ്പോൾ ഡു യു തിങ്ക് ദാറ്റ് നമ്മുടെ ഈ ഹാർട്ടിലിരിക്കുന്ന ഒരു ഹാർട്ട് ഉണ്ടല്ലോ, വോട്ട് ഡു യു തിങ്ക് ഇറ്റ് ഇസ് മെയ്ഡ് ഔട്ട് ഓഫ്? ഡു യു തിങ്ക് ഇറ്റ് ഇസ് മെയ്ഡ് ഔട്ട് ഓഫ് ലൈക്ക് ഗ്രാനൈറ്റ് ഓർ വുഡ് ഓർ മെറ്റൽ ദാറ്റ് എന്തുകൊണ്ടാലും ഒന്നും ഫീൽ ചെയ്യില്ല എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ചെവിയെ വേദോന്നിട്ട് കാര്യമില്ലാന്ന് എനിക്കറിയാം. നിന്റെ പേറ്റ് തരളിക്ക് എന്തെങ്കിലും ഒന്ന് അവസാനമായിട്ട് കയറുമോ ഞാനൊന്ന് നോക്കട്ടെ. ഈ അതും ഇതും മറ്റതും മറിച്ചതും വന്നിരുന്നു ശരി ജെന്യൂൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്കസ് ചെയ്യും. ഈ തൊട്ടേനും പിടിച്ചതിനും വന്ന് ഈ തെറി വിളിക്കുന്നു, അത് പറയുന്നു, ഇത് പറയുന്നു. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. I hope you have a good Sunday. We're just going to go out and we intend to have a good Sunday too. So, yeah. ഞാൻ വരട്ടെ. എങ്ങോട്ട്? അല്ല, ഞാൻ പോട്ടെ.